നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മള് ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തിരിക്കുക. അച്ഛൻ വൈകിട്ടേ പോകുള്ളൂ. അപ്പൊ വൈകിട്ട് അച്ഛൻ പോയ ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നമ്മൾ പോകുള്ളൂ. ഇവിടുന്ന് വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇപ്പൊ രാവിലെ നമ്മൾ 8 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ട്. ഇവരാണ് രാവിലെ എണീപ്പിച്ചത്. വാതിലൊക്കെ കൊട്ടി വിളിച്ച് എണീറ്റ് അവസാനം വാതിലും കളിച്ചോണ്ടിരിക്കുക. നമ്മള് അലാവൈവനായിരുന്നു ഗൈസ്. ഉറങ്ങാൻ സമ്മതിക്കാതെ പുതപ്പൊക്കെ കടിച്ചു മാറ്റി മേത്തു കൂടെ ഉരുണ്ടവൺ എണീപ്പിച്ചിട്ട് ഇപ്പൊ നമ്മൾ എണീപ്പിച്ചിട്ട് അവൻ വാതിൽ കളിച്ചോണ്ടിരിക്കുക. ഇവന്നിങ്ങനെയാണ് ഗൈസ്. എന്നിട്ട് തോണ്ടിപ്പോയി ഞാൻ ചവിട്ടിക്കളയണ അടിക്കാൻ ശ്രമിക്കുന്നു. തേങ്ങ രാവിലെ മീനിന്റെ തലക്കറി വെച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷേ അതൊന്നും സാധനം അവയില് വെള്ളത്തിൽ കൈയിട്ടുണ്ടാക്കുന്ന സാധനം അവയില് ഉപ്പാണ്. ഇതെന്തോട് അയ്യോ ഇതൊക്കെ തിന്നിട്ട് കുഴപ്പമുണ്ടാവും. തേങ്ങ അവയിലുണ്ടാക്കാൻ വേണ്ടിയാണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മീൻ കറിക്ക് തിളച്ചോണ്ടിരിക്കുക. മീൻ ഇട്ടിട്ടില്ല, മീൻ ഇവിടെ പുറത്തേക്ക് മീൻ ഇട്ടാ അപ്പൊ അത് സ്മോക്കിക്കുള്ളതാണ്. ആ സ്മോക്കിക്ക് എടുത്തൊക്കെ ഇടയ്ക്ക് എനിക്ക് വറുത്ത് തിന്നല്ല. ഫൈനലി ആർജി ഭക്ഷണം കഴിച്ചു തുടങ്ങി. രാവിലെ ഇന്ന് മുട്ട പുഴുങ്ങിയത്, 2 ആഴ്ച പഴക്കമുള്ള സാമ്പാർ, ഇന്നലെ കിട്ടിയ ചിക്കൻ കറിയൊക്കെയാണ്. അതാണ് ഇന്ന് അടുത്ത കുക്കർ സാമ്പാർ ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരാഴ്ചത്തേക്കുള്ളതായിരിക്കും. എല്ലാരും സാമ്പാർ നിന്ന് വീട്ടിൽ മടുത്തു ഇല്ലേ ആർജെ? സാമ്പാർ ദോശ കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാരും മൂടും. കാരണം മമ്മി ആണ്ടിന് അത് തന്നെ വെക്കും. പിന്നെ കഴിച്ച് നമ്മൾ ഇന്ന് രാത്രി 8 മണിക്ക് യൂട്യൂബ് ലൈവ് വരുന്നതായിരിക്കും. ലൈവ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് വരാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ആഴ്ചത്തെ പോക്ക് നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ രാത്രി തന്നെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശനി ഞായർ അവിടെ സ്റ്റേ അടിച്ചിട്ട് തിങ്കളാഴ്ച തിരിച്ചു വരാമല്ലോ. ആ ഒരു പ്ലാനിലായിരിക്കണം. എന്തായാലും നമ്മൾ വരുന്ന ശനി ഞായർ തിരുവനന്തപുരത്തുണ്ടാവും.